ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ്. ആദ്യത്തെ രണ്ട് പാർട്ട് വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റിൻ്റെ വർക്കൗട്ടുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. വൃത്തിയായിട്ട് പഠിക്കാൻ അത് ഉപകരിക്കും. മക്കളെ, മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യുന്നതിലൂടെ എന്താ ഗുണം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ ടോപ്പിക്കിൽ നിന്നും PSC പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലാണ് വരുന്നത് എന്നതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടും. ഓരോ എക്സാമിനും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്ന ചില ടോപ്പിക്കുകളും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ PSC പരീക്ഷ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലല്ലേ അതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. സോ അതിനാണ് ഈ മുൻവർഷ ചോദ്യങ്ങളിലൂടെ നമ്മളിത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ മക്കളെ, ഒരു 3 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇടത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്യാതെ വലത് സൈഡിൽ ഉത്തരം മാർക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട്. തന്നെ ചെയ്തു നോക്കേണ്ടവർക്ക് ചെയ്തു നോക്കാൻ. ഇനി ഒരു സ്ലൈഡും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്ത സ്ലൈഡ് ഇവിടെ ഒരു 3 ചോദ്യമുണ്ട്. അപ്പോൾ ആകെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഈ 6 ചോദ്യങ്ങളാണ്. കൂടുതൽ സമയം കളയാതെ ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേ ഈ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ, കറക്റ്റ് ഫോളോ ചെയ്യുന്നവർ എത്രാമത്തെ വീഡിയോയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നതെന്ന് കൂടെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. കാരണം ഇനി നിങ്ങൾ റിവിഷൻ ചെയ്യുമ്പോഴേ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വീണ്ടും ഡൗട്ട് വരും. അപ്പം വീണ്ടും ഒന്നും കൂടെ വേഗം വീഡിയോ എടുത്ത് നോക്കാമല്ലോ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് വീഡിയോയിലാണെന്ന് അറിയാൻ പറ്റാതായി പോകും. അപ്പോൾ ഓരോ വീഡിയോസ് എടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഏത് വീഡിയോയുടെ കൂടെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് എഴുതി വെക്കുവാണെങ്കിൽ യൂട്യൂബിൽ അത് എപ്പോഴും അവൈലബിൾ അല്ലേ, നമുക്ക് റിവിഷൻ ചെയ്യാൻ വീണ്ടും ഉപകരിക്കും അത് കേട്ടോ. ശരി, നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. ആദ്യത്തെ ചോദ്യം, 1 കിലോമീറ്റർ എന്നത് എത്ര മൈൽ ആണ് എന്നാണ് ചോദ്യം. മക്കളെ, ഇങ്ങനെ ഓർക്കുക അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ ആണ്. ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ ആണ്. ഇതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. 1 മൈൽ ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോമീറ്റർ, 1.6 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലായി 1.6 കിലോമീറ്റർ ആണ് എന്ത്, 1 മൈൽ എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് 1 കിലോമീറ്റർ എത്ര മൈൽ ആണെന്നല്ലേ അറിയേണ്ടത്. 1 കിലോമീറ്റർ എത്ര മൈൽ ആണെന്നറിയാൻ ഈ 1.6 ഇവിടെ ഈ 1ൻ്റെ താഴേക്ക് പോകും. 1/1.6 മൈൽ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ആണ്. പോയിന്റ് കളയാൻ മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിക്കാം. അപ്പം മുകളിൽ 1 × 10 10 ആകും. താഴെ 1.6 × 10 16 ആകും. വെട്ടി ചെറുതാക്കിയാൽ 5/8 എന്ന് കിട്ടും. 5/8 ഹരിച്ച് നോക്കുമ്പോൾ നമുക്ക് 0.6 സംതിങ് എന്ന് വരും. അപ്പോൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കാനില്ല, ഓപ്ഷൻ ഡി ആൻസർ. അപ്പോൾ ഇത് കാണാതെ പഠിക്കണം എന്നില്ല, ഏകദേശം 0.6 സംതിങ് ആണെന്ന് വേണേൽ ഓർത്ത് വെച്ചു. അല്ലെങ്കിൽ 1 കിലോമീറ്റർ 0.6 സംതിങ് മൈലാണെന്ന് ഓർക്കുക. ഇനി നമ്മൾ പഠിക്കേണ്ടത് 1 മൈൽ 1.6 കിലോമീറ്റർ എന്നതാണ്. ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആവശ്യമായി വരാറുണ്ട്. ഇതൊന്ന് കാണാതെ പഠിക്കുക. തിരിച്ച് ചോദിച്ചാൽ 0.6 ആണെന്ന് മനസ്സിലാക്കുക. 1 കിലോമീറ്റർ 0.6 സംതിങ് മൈലാണെന്ന് ഓർത്തിരിക്കുക. വേണമെങ്കിൽ ഓർക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ശരി, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരു ബസ് യാത്രയുടെ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം, യെസ്, ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം 30 km/h വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം 20 km/h വേഗതയിലുമാണ് സഞ്ചരിച്ചത് എങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? മക്കളെ, ഇത് ആവറേജ് സ്പീഡ് കാണാനല്ലേ ശരാശരി വേഗത. 2 തുല്യ ദൂരങ്ങളല്ലേ, വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുമ്പം ശരാശരി വേഗത 2s1 s2 ഡിവൈഡഡ് ബൈ s1 + s2 എന്നല്ലേ പഠിച്ചത്, അല്ലെങ്കിൽ 2ab/a + b അല്ലേ. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 30 × 20 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. ആണോ മക്കളെ? ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടിക്കളയാം.
ഈ 5ഉം 30ഉം വെട്ടിക്കളയാം. 6 6 4 24 കിലോമീറ്റർ പെർ അവർ എന്ന ആൻസർ കിട്ടും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. വ്യക്തമല്ലേ? ശരി. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ കുറേ ചോദ്യങ്ങളായിപ്പം അല്ലേ? അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഏത്? ആവറേജ് സ്പീഡ്, ശരാശരി വേഗത. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സാബു 6 മണിക്ക് ബസ്സിൽ കയറി. സാധാരണ ബസ് പോകുന്ന ശരാശരി വേഗത 30 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ വേഗതയിൽ പോയാൽ സാബു 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഓക്കെ, സാബു 6 മണിക്കാണ് ബസ്സിൽ കയറിയത്. 6 മണിക്ക് 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും അല്ലേ? 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയാൽ. അപ്പോൾ എത്ര ദൂരമാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? ആണ്. ഇവിടെ സ്പീഡ് ഏത് സ്പീഡിലാണ് പോകുന്നത്? 30. എത്ര ടൈം വേണം? 4 മണിക്കൂർ. കാരണം 6 മണിക്ക് പോയാൽ 10 മണിക്ക് ചെല്ലുന്ന. അപ്പം 30 × 4 120 കിലോമീറ്റർ ആണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം കിട്ടി 120 കിലോമീറ്റർ. ഒന്നുകൂടെ പറയാം, 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ പോയാൽ 6 മണിക്ക് തുടങ്ങി 10 മണിയാകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. 4 മണിക്കൂർ വേണം. അപ്പോൾ ആകെ ദൂരം 4 × 30 120 കിലോമീറ്റർ. ഇനി പക്ഷേ മഴയുള്ള ഒരു ദിവസം ബസ്സിൻ്റെ ശരാശരി വേഗം 20 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. ആയതിനാൽ 8 മണിക്ക് സാബു ബസ്സിൽ നിന്ന് ഇറങ്ങി അല്ലേ? 20 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മണിക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ 20 × 2, അതായത് 40 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോഴാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയത്. 20 കിലോമീറ്റർ വേഗതയിലാണ് ബസ് പോയത് മഴയായതുകൊണ്ട്. 6 മണിക്ക് ബസ്സിൽ കയറി 8 മണിയായപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ അർത്ഥം 40 കിലോമീറ്റർ ദൂരം ഓൾറെഡി സഞ്ചരിച്ചു എന്നാണ്. എത്ര കിലോമീറ്റർ ദൂരം ഓൾറെഡി സഞ്ചരിച്ചു? 40 കിലോമീറ്റർ ദൂരം ഓൾറെഡി സഞ്ചരിച്ചു. അപ്പോൾ ഇനി സഞ്ചരിക്കാനുള്ള ദൂരം എത്രയാ? 80 കിലോമീറ്റർ ദൂരമാണ്. ഓക്കെ, ഒരു കാറിൽ യാത്ര തുടർന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി കാറിൽ യാത്ര തുടർന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ 10 മണിക്ക് എത്തിച്ചേർന്നു. അതായത് 2 മണിക്കൂർ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി അല്ലേ? എങ്കിൽ കാറിൻ്റെ വേഗത എത്രയായിരുന്ന ചോദ്യം. മക്കളെ, ബാക്കി 80 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നല്ലോ. ഈ 80 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ കൊണ്ട് എത്തിയെങ്കിൽ 80/2 കാറിൻ്റെ വേഗത എത്രയായിരുന്നു? 40 കിലോമീറ്റർ പെർ അവർ ആയിരുന്നു. സോ നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാ വരുന്നേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അപ്പോൾ ഒരു സിമ്പിൾ ചോദ്യമാണ്, കുറച്ച് വലുതായിട്ട് തോന്നുമെന്നേ ഉള്ളൂ അല്ലേ? ഒന്നുമില്ല, 6 മണിക്ക് ബസ്സിൽ കയറി 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തും. 30 കിലോമീറ്റർ വേഗതയിൽ പോയാൽ 4 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പോൾ എനിക്ക് മനസ്സിലായി 30 × 4 120 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ദൂരം. ഓക്കെ, ഇനി ഒരു ദിവസം മഴയുള്ളപ്പം ബസ്സിൽ കയറി 6 മണിക്ക്. ബസ് പയ്യെ പോയത് 20 വേഗതയിൽ. അപ്പോൾ ഇങ്ങനെ പോയാൽ സമയത്ത് എത്തിയാലെന്ന് മനസ്സിലായതുകൊണ്ട് 8 മണിയായപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ 2 മണിക്കൂർ യാത്ര ചെയ്തു എന്നല്ലേ അർത്ഥം? 20 കിലോമീറ്റർ വേഗതയിൽ. അപ്പം 20 × 2 40 കിലോമീറ്റർ സഞ്ചരിച്ച് കാണും. ഇനി 120 കിലോമീറ്റർ ആകെയുള്ളത്. ഇനി 80 കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ അത് ബസ്സിൽ ഇറങ്ങി കാറിൽ യാത്ര തുടർന്നു. അത് കറക്റ്റ് സമയത്ത് 10 മണിക്ക് എത്തിച്ചേർന്നു. അതായത് 8 മണിക്ക് കഴിഞ്ഞ് 10 മണിക്ക് 2 മണിക്കൂർ കൊണ്ട് എത്തി 80 കിലോമീറ്റർ. അപ്പോൾ ഏത് വേഗതയിലാണ് സഞ്ചരിച്ചതെന്നാണ് ചോദ്യം. കാറ് നമുക്കറിയാം 80/2 40 കിലോമീറ്റർ വേഗതയിൽ പോയാലേ 2 മണിക്കൂർ കൊണ്ട് 80 കിലോമീറ്റർ ദൂരം കവർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആൻസർ 40 ആണ് കേട്ടോ. മനസ്സിലായി? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരാൾ 1 മണിക്കൂറിൽ 2.5 കിലോമീറ്റർ നടന്നെങ്കിൽ അയാൾ 1 കിലോമീറ്റർ നടക്കാൻ എടുത്ത സമയം, അതായത് ഇയാൾ 1 മണിക്കൂറിൽ, അതായത് 60 മിനിറ്റിൽ, 1 മണിക്കൂർ 60 മിനിറ്റ് ആണല്ലോ, 60 മിനിറ്റിൽ എത്ര ദൂരം? 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്റർ സഞ്ചരിക്കും എങ്കിൽ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഇയാൾക്ക് എത്ര സമയം വേണം എന്നതാണ് ചോദ്യം. ശരിയല്ലേ? ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. 60 × 1 / 2.5 ആണോ മക്കളെ? പോയിന്റ് കളയാൻ മുകളിലും താഴെയും 10 കൊണ്ട് ഗുണിക്കാം. 60 × 10 600 മുകളിൽ വരും, താഴെ 25 വരും അല്ലേ? ഓക്കെ, വെട്ടിക്കളയാം. 60ൽ 25 2 തവണ
ആണോ? ബാക്കി ശിഷ്ടം 10. 10ഉം 0 100. 100ൽ 25 4 തവണ. ആൻസർ 24 മിനിറ്റ് എന്ന് കിട്ടും. ചെയ്തത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. 54 കിലോമീറ്റർ പെർ അവർ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? മക്കളെ, കിലോമീറ്റർ പെർ അവറിൽ തന്നാൽ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ ഇൻറ്റു 5/18 ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 54 കിലോമീറ്റർ പെർ അവർ എത്ര മീറ്റർ പെർ സെക്കൻഡ് എന്നറിയാൻ 54 ഇൻറ്റു 5/18 ചെയ്യണം. ഇവനെയും തട്ടിക്കളയാം 3 തവണ. ആൻസർ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ ആണല്ലോ? ആണ്. അടുത്ത ചോദ്യം മുന്നോട്ട്. അമൽ ഒരു യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂർ സമയം അമൽ തൻ്റെ യാത്രയുടെ ആദ്യത്തെ 2 മണിക്കൂർ സമയം 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു. ശേഷം അടുത്ത 3 മണിക്കൂർ സമയം 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു എങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, ആദ്യത്തെ 2 മണിക്കൂർ 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ, അടുത്ത 3 മണിക്കൂർ 40 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ. ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എന്നതാണ്, അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പോൾ അവിടെ ആകെ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണ്ടേ? കാരണം ഡിസ്റ്റൻസ് ചോദ്യത്തിൽ തന്നിട്ടില്ല. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ദൂരമുണ്ട്? ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ പോരെ? സ്പീഡും ടൈമും അറിയാമല്ലോ, 2ഉം 30ഉം അല്ലേ? അപ്പോൾ 60 കിലോമീറ്റർ ദൂരമുണ്ട്. ശരി, ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ദൂരമുണ്ട്? സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുമ്പം 40 ഇൻറ്റു 3 120 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ആകെ സഞ്ചരിച്ച ദൂരം എത്രയാ? 60ഉം 120ഉം 180 കിലോമീറ്റർ ആണ്. ഓക്കെ, ആകെ ദൂരം ബൈ ആകെ സമയം ചെയ്യണം. ആകെ യാത്രയ്ക്കെടുത്ത സമയം 2 മണിക്കൂറും 3 മണിക്കൂറും. ആകെ 5 മണിക്കൂറാണ് മക്കളെ. 180/5 വെട്ടിക്കളയാലോ. 18ൽ 5 3 തവണയാണ്. 15 വരെ, ബാക്കി ശിഷ്ടം 3. 30ൽ 5 6 തവണയാണ്. ആൻസർ 36 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി കറക്റ്റ്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുന്നേ തീർന്നുപോയി അല്ലേ? അപ്പം ഇന്നത്തെ ഈ 6 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. വൃത്തിയായിട്ട് നോട്ട് എഴുതി പഠിച്ച് എൻ്റെ ഒപ്പം പോന്നോണം മക്കളെ. കാര്യങ്ങളൊക്കെ ക്ലിയറായി വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.